ഡൽഹിയിലെ മാളവ്യ നഗറിലുള്ള ഒരു ഹോട്ടലിലുണ്ടായ ഭീകരമായ അഗ്നിബാധയിൽ 21 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട് മണിക്കൂറുകൾ പിന്നിടുന്നതിന് പിന്നാലെയാണ് ബീഹാറിലെ മുസാഫർപൂരിലുള്ള ഒരു ആശുപത്രിയിൽ നിന്ന് അടുത്ത ദുരന്ത വാർത്ത പുറത്തുവരുന്നത്. തീയും പുകയും വിഴുങ്ങിയ തീവ്രപരിചരണ വിഭാഗത്തിൽ ശ്വാസം മുട്ടി 4 മനുഷ്യർ കൂടി ഇല്ലാതെയായി. അടുത്തടുത്ത ദിവസങ്ങളിൽ രാജ്യത്തിന്റെ 2 വ്യത്യസ്ത ഭാഗങ്ങളിൽ സംഭവിച്ച ഈ ദുരന്തങ്ങൾ കേവലം യാദൃശ്ചികമായ അപകടങ്ങളല്ല, മറിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യം അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങളെ എത്രത്തോളം നിസ്സാരമായാണ് കാണുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഓരോ ദുരന്തമുണ്ടാകുമ്പോഴും അധികാരികൾ ഉണരുകയും അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുമെങ്കിലും ദിവസങ്ങൾക്കകം എല്ലാം പഴയപടിയാകുന്ന കാഴ്ചയാണ് നാം കാണാറുള്ളത്. അടിസ്ഥാനപരമായ സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെടുന്ന കെട്ടിടങ്ങളും നിയമപാലകരുടെ കണ്ണടക്കലും കാരണം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനുകളാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ അഗ്നിസുരക്ഷ എന്നത് വെറുമൊരു ഔദ്യോഗിക ചടങ്ങോ അതോ മനുഷ്യജീവൻ സംരക്ഷിക്കാനുള്ള അനിവാര്യതയോ എന്ന ഗൗരവമേറിയ ചോദ്യമാണ് ഈ 2 സംഭവങ്ങളും വീണ്ടും ഉയർത്തുന്നത്. ബീഹാറിലെ മുസാഫർപൂരിലുള്ള പ്രസാദ് ഹോസ്പിറ്റലിൽ പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടാകുന്നത്. രോഗികളും അവരുടെ ബന്ധുക്കളും ആഴത്തിലുള്ള ഉറക്കത്തിലായിരുന്ന ഈ സമയത്ത് ആശുപത്രിയുടെ തീവ്രപരിചരണ വിഭാഗം പൂർണ്ണമായും പുകയാൽ മൂടപ്പെട്ടു. രക്ഷാപ്രവർത്തകർ എത്തുമ്പോഴേക്കും 4 പേർ മരണപ്പെടുകയും അനേകം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ദുരന്തം നടക്കുമ്പോൾ രോഗികളെ സഹായിക്കേണ്ട ആശുപത്രി ജീവനക്കാരിൽ ഭൂരിഭാഗവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. പ്രാഥമിക വിവരങ്ങളനുസരിച്ച് ഓക്സിജൻ യൂണിറ്റിലെയോ മോണിറ്റർ സിസ്റ്റത്തിലെയോ ഷോർട്ട് സർക്യൂട്ടാണ് വില്ലനായത്. ഒരു വശത്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആളുകൾ അഭയം പ്രാപിക്കുന്ന ആശുപത്രികൾ തന്നെ മരണക്കെണിയായി മാറുന്ന അവസ്ഥ എത്രത്തോളം ഭയപ്പെടുത്തുന്നതാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ഓക്സിജൻ സിലിണ്ടറുകളുടെ അമിതമായ സാന്നിധ്യവും കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങളുടെ അഭാവവും ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങളെ മിനിറ്റുകൾക്കകം ചാരമാക്കാൻ പ്രാപ്തമാണ്. ഇതിന് തൊട്ടു മുമ്പ് ഡൽഹിയിലെ ഹൗസ് റാണി എന്ന ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് നടന്ന ദുരന്തം ഇതിലും ഭീകരമായിരുന്നു. വിദേശികളടക്കം താമസിച്ചിരുന്ന 5 നിലകളുള്ള ഒരു B&B ഹോട്ടലാണ് ഇവിടെ കത്തിയമർന്നത്. 6 മുറികൾ മാത്രം പ്രവർത്തിപ്പിക്കാൻ അനുമതിയുള്ള കെട്ടിടത്തിൽ 25ഓളം മുറികളാണ് നിയമവിരുദ്ധമായി നിർമ്മിച്ചിരുന്നത്. ബേസ്മെന്റ് വരെ മുറികളാക്കി മാറ്റിയ ഈ കെട്ടിടത്തിന് പുറത്തേക്ക് കടക്കാൻ ഒരൊറ്റ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തീ പടർന്നപ്പോൾ പുക ശ്വസിച്ച് ബേസ്മെന്റിൽ കിടന്നുറങ്ങിയവരാണ് ഭൂരിഭാഗവും മരണപ്പെട്ടത്. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ലാഭം മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന ഇത്തരം ബിസിനസ്സുകൾക്ക് അനുമതി നൽകുന്ന ഉദ്യോഗസ്ഥരും ഇതിന് ഉത്തരവാദികളാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കെട്ടിടങ്ങൾ പണിയുന്നതും അതിൽ ആളുകളെ താമസിപ്പിക്കുന്നതും രാജ്യ തലസ്ഥാനത്ത് പോലും എത്രത്തോളം സാധാരണമായി മാറിയിരിക്കുന്നു എന്ന് ഈ ദുരന്തം വെളിപ്പെടുത്തുന്നു. ഇന്ത്യയിലെ അഗ്നിബാധകളുടെ ചരിത്രം പരിശോധിച്ചാൽ വർഷം തോറും ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തരം അപകടങ്ങളിൽ മരിച്ചു വീഴുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പ്രതിദിനം ശരാശരി 16ഓളം മനുഷ്യർ രാജ്യത്ത് തീപിടുത്തങ്ങളിൽ കൊല്ലപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ സംഖ്യയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല എന്നത് നമ്മുടെ സുരക്ഷാ ബോധത്തിന്റെ പരാജയമാണ് കാണിക്കുന്നത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന സ്ഫോടനം, ഡൽഹിയിലെ പാലം കോളനിയിൽ ഒരു കുടുംബത്തിലെ 9 പേർ മരിച്ച സംഭവം, ഗോവയിലെ നൈറ്റ് ക്ലബിലുണ്ടായ സിലിണ്ടർ സ്ഫോടനം, ഗുജറാത്തിലെ ഗെയിമിംഗ് സോണിൽ 33 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം എന്നിവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു കാര്യത്തിലേക്കാണ്. നമ്മുടെ വിനോദ കേന്ദ്രങ്ങളും ആശുപത്രികളും പാർപ്പിട സമുച്ചയങ്ങളും സുരക്ഷിതമല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. നിയമങ്ങൾ കടലാസിൽ മാത്രം ഒതുങ്ങുകയും പ്രായോഗിക തലത്തിൽ അവ നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഈ ദുരന്തങ്ങളുടെ ആവർത്തനത്തിന് കാരണം. ഇന്ത്യയിലെ നഗരവൽക്കരണം വളരെ വേഗത്തിലാണ് നടക്കുന്നത്. എന്നാൽ അതിനനുസരിച്ച് അഗ്നിശമന സേനയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നില്ല. രാജ്യത്ത് നിലവിൽ 96% അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് ഈ മേഖലയിലുള്ളത്. ജനസംഖ്യാനുപാതികമായി ഉണ്ടാകേണ്ട ഫയർ സ്റ്റേഷനുകളുടെ ഒരു ചെറിയ ശതമാനം പോലും ഇന്ത്യയിലില്ല. ഉള്ള സ്റ്റേഷനുകളിലാകട്ടെ അത്യാധുനിക ഉപകരണങ്ങളുടെ കുറവും ഫണ്ടിന്റെ അഭാവവും കാരണം വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട്. വേനൽക്കാലത്ത് കടുത്ത ചൂട് കാരണം വൈദ്യുത ലൈനുകൾക്കുണ്ടാകുന്ന അമിത ഭാരവും ഷോർട്ട് സർക്യൂട്ടുകളും അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരാജയപ്പെടുന്നിടത്താണ് യഥാർത്ഥത്തിൽ ദുരന്തങ്ങളുടെ വിത്ത് പാകുന്നത്. ആശുപത്രികളിലെ അഗ്നി സുരക്ഷയെക്കുറിച്ച് പഠിച്ച വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യയിൽ സുരക്ഷാ വീഴ്ചകൾ എന്നത് ഒരു സാധാരണ സംഭവമല്ല, മറിച്ച് അതൊരു പൊതു സ്വഭാവമായി മാറിയിരിക്കുന്നു എന്നാണ്. പല സ്ഥാപനങ്ങളും ഫയർ NOC സ്വന്തമാക്കുന്നത് വ്യാജരേഖകൾ വഴിയോ അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ചോ ആണ്. കൃത്യമായ മോക്ക് ഡ്രില്ലുകളോ ജീവനക്കാർക്കുള്ള പരിശീലനങ്ങളോ ഭൂരിഭാഗം ആശുപത്രികളും ഹോട്ടലുകളും നടത്താറില്ല. കെട്ടിടങ്ങൾക്ക് കൃത്യമായ എമർജൻസി എക്സിറ്റുകൾ ഉണ്ടായിരിക്കണമെന്ന നിയമം പലപ്പോഴും വാതിലുകളിൽ മാത്രം ഒതുങ്ങുന്നു. അവയ്ക്ക് പിന്നിൽ സാധനങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് പലയിടത്തും കാണാൻ കഴിയുക. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് വെറുതെയാണെന്ന് കരുതുന്ന ഒരു പൊതു മനോഭാവം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ
നിയമലംഘകർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അപകടം നടന്നതിന് ശേഷം കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഭാവിയിലെ ദുരന്തങ്ങൾ തടയാൻ കഴിയില്ല. കൃത്യമായ ഇടവേളകളിൽ കെട്ടിടങ്ങളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുകയും വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുകയും വേണം. അതുപോലെ തന്നെ അഗ്നിശമന സേനയ്ക്ക് ആവശ്യമായ ഫണ്ടും ആധുനിക സാങ്കേതിക വിദ്യകളും ലഭ്യമാക്കാൻ സർക്കാർ മുൻകൈ എടുക്കേണ്ടതുണ്ട്. പൊതുജനങ്ങളിൽ സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം വളർത്തിയെടുക്കുക എന്നതും വളരെ പ്രധാനമാണ്. കെട്ടിടങ്ങളിൽ പ്രവേശിക്കുമ്പോൾ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ശ്രദ്ധിക്കാൻ ഓരോ പൗരനും തയ്യാറാകണം. ഇനിയും സുരക്ഷാ കാര്യങ്ങളിൽ നമ്മൾ കണ്ണടച്ചാൽ നാളെ കത്തിയമരുന്ന കെട്ടിടങ്ങളിൽ ഒന്നിൽ നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഉണ്ടായേക്കാം എന്ന ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. ഒരു രാജ്യമെന്ന നിലയിൽ നമ്മൾ മനുഷ്യജീവനുകൾക്ക് എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് എന്നതിൻ്റെ അളവുകോലാണ് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.